ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും വിട്ടുപിരിയാൻ കഴിവതില്ലേ. ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോ മറഞ്ഞിരിപ്പാൻ കഴിവതില്ലേ. ആ കരുതൽ നിനച്ചിടുമ്പോൾ കാരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും എനിക്കായി കൽപ്പിച്ചതും എൻ ഭാവിക്കായൊരുക്കിയതും എൻ കരത്തിൽ നൽകിയതും അതിശയമേ എനിക്കായി കൽപ്പിച്ചതും എൻ ഭാവിക്കായൊരുക്കിയതും എൻ കരത്തിൽ നൽകിയതും അതിശയമേ എൻ കരത്തിൽ നൽകിയതും അതിശയമേ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവൻ എന്റെ കരത്തിൽ നൽകിയത് അത് അതിശയമാണെന്ന്? ഒന്നിനും എനിക്ക് യോഗ്യതയില്ല പറവാൻ. എന്റെ പ്രവൃത്തി വെച്ച് നോക്കിയാൽ നിന്റെ സന്നിധിയിൽ വരാൻ പോലും ഞാൻ യോഗ്യനല്ല. പക്ഷേ അവൻ എന്നെ കൈവിടാതെ വണ്ണം അവന്റെ കരത്തിൽ എന്നെ വഹിച്ചു, എന്നെ യോഗ്യനാക്കി തീർത്തു, എന്നെ മാന്യനാക്കി തീർത്തു, എന്നെ നല്ല അങ്കി ധരിപ്പിച്ച് അവന്റെ മാർവോട് എന്നെ ചേർത്തു. അപ്പാ എനിക്കൊരു യോഗ്യത പറവാനില്ലപ്പാ. ഞാനെല്ലാം നഷ്ടപ്പെട്ടവനാണ്. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് നൽകിയത് പലപ്പോഴും നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു കാണും. പക്ഷെ നിന്റെ പിതാവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവൻ നിന്നെ നോക്കുകയാണ്. നിന്റെ ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ചില കുഞ്ഞുങ്ങളോട് പറവാൻ ആഗ്രഹിക്കുന്ന കാര്യമാ. നിന്നെ മടങ്ങി വരവിന് വേണ്ടി നോക്കി നിൽക്കുന്ന അപ്പനുണ്ടെന്ന്. ഓ, നീ മടങ്ങി വന്നാൽ ഒരു പുതിയ അങ്കി നിന്നെ ധരിപ്പിച്ച് നിന്നെ മാന്യനാക്കി തീർക്കുന്നൊരു കർത്താവുണ്ടെന്ന്. വചനം ഇങ്ങനെ പറയുന്നു. ഒരിക്കൽ സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞു, യോശുവ പ്രവാചകന്റെ അങ്കിക്കകത്ത് കറയുണ്ടെന്ന്. പക്ഷെ ദൈവം സാത്താനോട് മല്ല് പിടിക്കാൻ പോയില്ല. ദൈവം പറഞ്ഞു, നീ അവനെ പുതിയ അങ്കി ധരിപ്പിപ്പാൻ. ശത്രുവിന്റെ വാക്കിന് വില കൊടുക്കാതെ പുതിയ അങ്കി ധരിപ്പിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. പുതിയ അങ്കി ധരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പുതിയ അങ്കി ധരിപ്പിക്കുന്നവൻ, മാന്യനാക്കി തീർക്കുന്നവൻ, യോഗ്യതയുള്ളവനാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്ന വിശ്വസിക്കുന്നവൻ. മറഞ്ഞിരിപ്പാൻ കഴിവതില്ല.
ആ കരുതൽ നിരച്ചിടുമ്പോ ഒരു വട്ടം കൊണ്ട് പാടുവാൻ കഴിയുമോ? ഞാൻ വലയുവാൻ ഇടവരാതെ വലയമായി നടത്തിയൊരു ദൈവം എനിക്കുണ്ടെന്ന്. ഞാൻ വലയുവാൻ ഇടവരാതെ വലയമായി നടത്തിയതും ഞാൻ വലയ